ഉപരോധം ഒഴിവാക്കി വെനസ്വേലയുടെ എണ്ണ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധത അറിയിച്ച US. ഇന്ത്യ ഉൾപ്പെടെ ഏതു രാജ്യത്തിനും വെനസ്വേലയുടെ എണ്ണ വാങ്ങാമെന്നും എന്നാൽ പണം US-ന്റെ അക്കൗണ്ടിലേക്കാണ് പോവുകയെന്നും US എനർജി സെക്രട്ടറി ക്രിസ്റ്റഫർ റൈറ്റ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വെനസ്വേലയ്ക്ക് മേൽ US ഉപരോധം ഏർപ്പെടുത്തും മുൻപ് വെനസ്വേലൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിലൊന്നായിരുന്നു ഇന്ത്യ. കാഠിന്യമേറിയ ക്രൂഡ് ഓയിലാണ് വെനസ്വേലയുടേത്. ഇത് റിഫൈനറികളിൽ എത്തിച്ച് സംസ്കരിക്കാൻ ചെലവും ഏറെയാണ്. എന്നാൽ ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉൾപ്പെടെയുള്ള ചില റിഫൈനറികളിൽ ഈ ക്രൂഡും സംസ്കരിക്കാൻ സാധിക്കും. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ US ഇന്ത്യക്ക് മേൽ മൊത്തം 50% തീരുവ ചുമത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറും വൈകുകയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യക്ക് മേൽ 500% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനായുള്ള ബില്ലും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒഴിവാക്കി ക്രൂഡ് ഓയിൽ സ്രോതസ് വൈവിധ്യവൽക്കരണത്തിന് ശ്രമിക്കുന്ന ഇന്ത്യക്കുള്ള നേട്ടമാണ് വെനസ്വേലൻ എണ്ണയുടെ വരവ്. വെനസ്വേലയിൽ US എണ്ണ കമ്പനികൾ $100 ബില്യൺ ചെലവിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്ക് മേൽ 500% തീരുവ ചുമത്തുമെന്ന ഭീഷണിക്കെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു. 140 കോടി ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനും രാജ്യാന്തര എണ്ണ വിപണിയിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചു. ഇന്ത്യക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേലും 500% തീരുവ ചുമത്താനുള്ള ബില്ലാണ് ട്രംപ് അനുകൂലിയായ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സേ ഗ്രഹാമിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയത്. ഉക്രൈനിൽ പുടിന്റെ യുദ്ധത്തിന് സാമ്പത്തിക സഹായം പകരുകയാണ് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ എന്നാണ് ഗ്രഹാമിന്റെ ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.